വർഷം 1942. ഹിറ്റ്ലറുടെ ജർമ്മനി ഫ്രാൻസിനെ കീഴടക്കിയിട്ട് അപ്പോഴേക്കും 2 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. ഫ്രാൻസിലെ പല കെട്ടിടങ്ങളും പ്രദേശങ്ങളും നാസികൾ തങ്ങളുടെ ഉപയോഗത്തിനായി മാത്രം പരുവപ്പെടുത്തിയിരുന്നു. സിനിമാ തിയേറ്ററുകളിലും സോൾജിയർ ഓൺലി സിനിമാസ് എന്നെഴുതി പ്രവേശനം നിഷേധിച്ചിരുന്നു. ജർമ്മൻ മിലിറ്ററി അഡ്മിനിസ്ട്രേഷന്റെ പ്രൈമറി ഹബ് എന്നറിയപ്പെട്ടിരുന്ന ഷോം എലീസെ പട്ടണത്തിലെ ഒരു തിയേറ്ററിൽ മാർച്ച് 9 ഒരു ഉഗ്ര സ്ഫോടനം നടന്നു. 2 ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വധിക്കപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ആക്രമണത്തെ ഫ്രാൻസിലെ മറ്റ് പല പ്രദേശങ്ങളിലും നടക്കുന്ന ഒരു പ്രതിഷേധം പോലെ തള്ളിക്കളയാൻ നാസി ഭരണകൂടം തയ്യാറല്ലായിരുന്നു. തുടർന്ന് നടന്ന വ്യാപകമായ റെയ്ഡിനും അറസ്റ്റിനുമൊടുവിൽ പിടികൂടിയ പ്രക്ഷോഭകാരികളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു യുവാവും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്കും ഫ്രാൻസിലെ നാസി വിരുദ്ധ മുന്നേറ്റങ്ങൾക്കും ഒരുപോലെ നേതൃത്വം വഹിച്ച, കോൺസെൻട്രേഷൻ ക്യാമ്പിലെ നരകയാതനകൾക്കൊടുവിൽ വലേറിയൻ കുന്നിൽ വെച്ച് ജർമ്മൻ സൈനികരുടെ തോക്കിനിരയായ, ഇന്ത്യക്കാരനെന്ന് വെളിപ്പെടുത്തിയാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടാമായിരുന്ന സാധ്യതയെ പ്രയോജനപ്പെടുത്താതിരുന്ന, നാസികൾ കൊലപ്പെടുത്തിയ ഏക ഇന്ത്യക്കാരനായ ആ മലയാളിക്ക് നമ്മുടെ ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ടതുണ്ട്. ആ വിപ്ലവകാരുടെ പേരാണ് മിച്ചിലോട്ട് മാധവൻ.